സഹീഹായ ഖൽബുള്ള ഒരുവൻ അവന്റെ സമയത്തിന്റെ വിഷയത്തിൽ പിശുക്കനായിരിക്കും. അവന്റെ സമയത്തിന്റെ കാര്യത്തിൽ പിശുക്കനായിരിക്കും. ആ സമയമെങ്ങാനും പാഴായി പോകുന്നുണ്ട് എങ്കിൽ, ഒരു ആവശ്യവുമില്ലാതെ പാഴായി പോകുന്നുണ്ടെങ്കിൽ, സമ്പത്തിനോട് എത്ര പിശുക്കുള്ള ഒരുവൻ എങ്ങനെയാണോ അതിനേക്കാൾ പിശുക്കുള്ള അവസ്ഥയിലായിരിക്കും. അതായത് ചില ആളുകളെ കാണാം, അങ്ങേയറ്റത്തെ പിശുക്കായിരിക്കും. പണം എടുത്തു വെച്ചുകൊണ്ട് അവന്റെ ആവശ്യത്തിന് പോലും ചെലവഴിക്കില്ല. അവനൊരു വസ്ത്രം വാങ്ങാനോ അവനൊരു ഭക്ഷണം കഴിക്കാനോ അവന്റെ കുടുംബത്തിന്റെ മേലെ ഒന്നും ചെലവഴിക്കാതെ പിശുക്കി വെക്കും. അതുപോലെ ആയിരിക്കും സഹീഹായ ഖൽബുള്ള ഒരുത്തന് സമയത്തിന്റെ മേലെ. ആ സമയം എന്തിനാണ്? അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി അവനതിനെ ചെലവഴിക്കും. വെറുതെ കളയുന്നതല്ല, അത് എന്തെങ്കിലും പരലോകത്തേക്ക് ഉപകാരമുള്ള രീതിയിൽ ഉപയോഗിക്കും. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ സമയമാണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല. നാളെ പരലോകത്ത് നരകാവകാശികളും സ്വർഗാവകാശികളും ആഗ്രഹിക്കുന്ന കാര്യം സമയമായിരിക്കും, ദുനിയാവിലെ സമയമായിരിക്കും. നരകത്തിൽ കിടക്കുന്ന ആളുകൾ അവരവിടെ കിടന്ന് മുറവിളി കൂട്ടും, ഒന്ന് ഞങ്ങൾ തിരിച്ച് അയക്കണം ദുനിയാവിലേക്ക്, കുറച്ച് സമയം കൂടി തരണം, കുറച്ചുകൂടി ആയുസ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ നന്നായി വന്നോളാം. സ്വർഗാവകാശികളെ പറ്റി പറയുന്നത് കാണാം, ഷഹീദായി മരിക്കുന്ന ആളുകൾ അവരുടെ റൂഹുകൾ പക്ഷിയുടെ ഉള്ളിലായിട്ട് അർശിനു ചുറ്റും പാറിക്കളിക്കുകയായിരിക്കും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ശ്രോതാക്കൾക്ക് വളരെ വലിയ പ്രതിഫലമുള്ളത്. ഇനി എന്താ വേണ്ടത്? അവർ അറിഞ്ഞ് എന്ത് ചോദിക്കാനാ, ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട. വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, എന്തെങ്കിലും ഒന്ന് പറയാതെ അള്ളാഹു എന്ത് ചെയ്യില്ല, വെറുതെ വിടില്ല, ഒഴിവാക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകും. അപ്പൊ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് പറയും, ഞങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് ഞങ്ങൾ ഷഹീദായിട്ട് ഒന്നുകൂടി മരണപ്പെട്ട് വരണമെന്ന് പറയും. അപ്പൊ നന്മ ചെയ്ത സ്വർഗാവകാശികളും ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയി സൽക്കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുക. നരകാവകാശികളും അതിനാണ് ആഗ്രഹിക്കുക. നമ്മളിപ്പോൾ ആ സമയത്താണുള്ളത്. അപ്പൊ സമയത്തിനോ മേലെ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുക എന്നത്, അത് അനാവശ്യമായി പാഴാക്കി കളയാതിരിക്കുക എന്നത് സഹീഹായ ഖൽബുള്ള ഒരാളുടെ അടയാളമാണ്. കാരണം ഏത് സമയവും നമുക്ക് മരണം വന്നെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞതുപോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, നീ ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം ദുനിയാവിൽ. ഔ ആബിറു സബീലിൻ, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ. നിന്റെ ഖൽബ് ദുനിയാവിൽ ഒന്നിനോടും തഅല്ലുഖാകാൻ പാടില്ല. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ്, വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ രാവിലെ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ മസാ, രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരവും പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, നിന്റെ ആരോഗ്യം നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. വമിൻ ഹയാതിക ലിമൗതിക്, നിന്റെ മരണം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതവും ഉപകാരപ്പെടുത്തിക്കൊള്ളുക.